മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. UDFന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ മതം പറഞ്ഞ് വർഗീയപരമായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് അവര് നടത്തിയിട്ടുള്ളത്. നാണം കെട്ട, മാനം കെട്ട, ഉളുപ്പില്ലാത്ത രീതിയിലാണ് UDF കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. വെറുതെ പറയുന്നല്ല, തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. UDFന്റെ അതായത് VD സതീശന്റെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം മൊത്തം നടന്നിട്ട് സതീശന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ സംഘടനയെ വെളുപ്പിക്കലായിരുന്നു. അതിന്റെ ഉദാഹരണം നമുക്കിവിടെ മുന്നോട്ട് വെക്കാം. ഇത് കൃത്യമായിട്ടൊരു ജിഹാദികളുടെ അജണ്ടക്കനുസരിച്ച് നിന്നതുകൊണ്ട് കൂട്ടമായിട്ട് ജിഹാദി വോട്ടു സംവിധാനങ്ങൾ UDFലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാ UDFന് മുന്നേറ്റം ഉണ്ടായത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, UDF എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലായിരുന്നു കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവല്ലേ VD സതീശന്? ഒരു പ്രതിപക്ഷമല്ല ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF തന്നെയായിരുന്നു. ഈ കാലഘട്ടത്തിലെ UDF ആണ്. അതേപോലെ തന്നെ പെണ്ണ് കേസിന്റെ ചുഴലിയിൽപ്പെട്ടിട്ട് പ്രതിപക്ഷം ഒന്ന് ശ്വാസം വിടാൻ പോലും സാധിക്കാതെ ഗതികെട്ട അവസ്ഥയിൽ അന്ത്യശ്വാസം വലിച്ചലായിരുന്നു UDF മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് പിന്നീട് റിസൾട്ട് വരുമ്പോൾ ഇത്രത്തോളം ഒരു മുന്നേറ്റം ഉണ്ടായത്? അതിന്റെ റിസൾട്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ. ഒരു ചെറിയ ഭാഗം സതീശൻ പറയുന്നേ. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന്. അവര് CPM-നെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് വർഗീയ ശക്തികളാണെന്ന്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവര് പിന്തുണയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ. അല്ലല്ല, അത് CPM-ന് പിന്തുണ കൊടുത്തപ്പോ അതുണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവര് ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. നിങ്ങൾ കേട്ടില്ലേ? മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് നിരന്തരം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിലുടനീളം ഈ സതീശൻ നടത്തിയിട്ടുണ്ട്. പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശലായിരുന്നു. മറ്റൊന്നുകൂടി ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ കേട്ടു. പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾ എന്തുകൊണ്ട് തള്ളിപ്പറയണമെന്ന് താങ്കൾ പറഞ്ഞു. എന്തുകൊണ്ട് തള്ളി പറയുന്നത്? കാരണം താങ്കൾ പറഞ്ഞതുപോലെ അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മാറിയെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവർ മാറിയിട്ടില്ലല്ലോ. അവര് കേരളത്തിൽ ഒരു വയലൻസ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു കേസിൽ പോലും അവരുടെ ഒരു പ്രതിനിധിയല്ല. ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാക്കുകയോ വിദ്വേഷ ക്യാമ്പയിൻ നടത്തുകയോ അവർ ചെയ്തിട്ടില്ല. എൻ്റെ മുമ്പിൽ ഒരു തെളിവില്ല, അവർ ചെയ്യാറില്ല. ഞങ്ങളവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയല്ലേ. ഞങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളത്. നിങ്ങൾ ഏതെങ്കിലും മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ഏതെങ്കിലും നേതാക്കൾ, വെൽഫെയർ പാർട്ടിയുടെ അവരിപ്പോൾ നടത്തിയത് സാഹോദര്യ കേരള യാത്രയാണ് അവർ നടത്തിയത്. അവർ വേറെ അജണ്ടയാണ് ഇപ്പോൾ അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ അജണ്ട മുന്നോട്ട് വെച്ച് സാഹോദര്യ പദയാത്ര നടത്തിയ ആളുകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എന്തിനാ ഞങ്ങൾ അവരെ വർഗീയവാദികൾ? അവർ പുറത്ത് കാണിക്കുന്ന മുഖം വെച്ചിട്ട് താങ്കൾ വെള്ളപൂശുന്നത് പോലെയാണ് ഇത്. പക്ഷേ മുസ്ലിം സംഘടനകൾ തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ? സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി കേരളത്തിലുടനീളം നടന്നുകൊണ്ട് ഇതുപോലെ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഞാനൊരു 2 ഉദാഹരണമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതായത് മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഭിന്നിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന ഉളുപ്പില്ലാതെ സതീശൻ ചോദിക്കുന്നത് നമ്മൾ എത്ര ഉദാഹരണങ്ങൾ കണ്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടിയിട്ട് അവരിവിടെ ഭിന്നിപ്പല്ലുണ്ടാക്കുന്നത്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. കരിപ്പൂരിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി മാർച്ച് നടത്തിയതിൽ ഹസനുൽ ബന്ന എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക മേധാവിയുടെ ഫോട്ടോ പൊക്കി പിടിച്ച് മാർച്ച് നടത്തിയിട്ടില്ലേ? ഇതേ മുസ്ലിം ബ്രദർഹുഡിനെ ഗൾഫ് രാജ്യങ്ങളിൽ ഭീകര സംഘടന എന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുള്ള UAE, സൗദി അറേബ്യ, ഇത്തരം ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ സ്ഥാപക മേധാവിയുടെ ഫോട്ടോവും പൊക്കി പിടിച്ച് ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂരിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ലേ? ഇത് സതീശൻ കണ്ടിട്ടില്ലേ? സതീശൻ എന്താ ചോദിക്കുന്നത്? കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ടോ എന്ന്?
ലോകത്തെ സകല ഭീകരരുടെയും ഭീകര മേധാവികളുടെയും ഫോട്ടോ പൊക്കിപ്പിടിച്ച് കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുമ്പില് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിട്ട് വി.ഡി. സതീശൻ കേരളത്തിലുടനീളം ഓടിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദമായിട്ട് മാറിയിട്ടുണ്ട്. UDF വിജയിച്ചതിൽ വളരെ വ്യക്തമാണ്. ഇവർക്ക് ഈ പറയുന്ന സുഡാപ്പികള്, ജിഹാദികള്, മൗദൂദികള്, ഇത്തരം സകല സംവിധാനങ്ങളും പിന്തുണ കൊടുത്തിട്ടുണ്ട്. പെണ്ണ് കേസിൽ ചുഴലിയിൽപ്പെട്ട് അത്തരം വലിയ രീതിയിൽ ഗതികെട്ട അവസ്ഥയിൽ UDF മുന്നോട്ട് പോയിട്ടും ഇവിടെ കൃത്യമായിട്ടൊരു വർഗീയ ചേരിതിരിവ്, ഒരു കൃത്യമായിട്ടൊരു മതവൽക്കരണം നടത്തി ഇത്തരം വോട്ടുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് പോകണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പോലും കണ്ടു. നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് തെളിവുകൾ നമ്മൾ മുന്നോട്ട് വെച്ചു. SDPI കൃത്യമായിട്ട് പറയുന്നുണ്ട്, BJP എവിടെ വിജയിക്കുന്നോ അവിടെ വിജയ സാധ്യതയുള്ളത് എതിർ പാർട്ടിയിലെ ആർക്കാണെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യൂ. അത് UDF ആയാലും LDF ആയാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് കൊടുക്കുക. ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ UDFന് ഇതുപോലൊരു മുന്നേറ്റം ഉണ്ടായാൽ കേരളം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് ഒക്കെയാണ് എന്നുള്ളത് സകല ബോധമുള്ള മലയാളികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. വളരെ വലിയൊരു അപകടം തന്നെയാണ് നമ്മൾ ഒരു വലിയ കേരളത്തിലെ അപകടത്തിന്റെ നേർചിത്രമാണ് UDFന്റെ ഈ മാനംകെട്ട വിജയം എന്നുള്ളത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയണോ. വലിയ മതേതരത്വം ഉയർത്തിപ്പിടിക്ക് ലോകം മൊത്തം നശിപ്പിക്കാൻ ഇറങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ട് അവരെന്ത് വർഗീയത പറഞ്ഞു, അവരെന്ത് ഭിന്നിപ്പുണ്ടാക്കി. എത്ര ഉളുപ്പില്ലായ്മ വേണോ ഈ സതീശനൊക്കെ ഇത് ചോദിക്കാന്. മറ്റൊരാളുണ്ടല്ലോ, പിന്നെ മുസ്ലിം ലീഗ് വലിയ മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതായത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഇത്തരം സകല സംവിധാനങ്ങൾ കൂടി ഒരുമിച്ചാണ് ഇപ്പോ കേരളത്തിൽ ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഏത് ഓഫീസിലായിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതായത് വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലാ കുഞ്ഞാലിക്കുട്ടി അങ്ങ് ഇരിക്കുക, ചർച്ചയും ചെയ്തേ. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആയിട്ട് ഇവര് പണ്ട് ഇതൊക്കെ എതിരായിരുന്നു. എന്നാലിപ്പോ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി നമ്മൾ പറയാറുണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഈ SDPI, മുസ്ലിം ലീഗ്, ആകെല സംവിധാനങ്ങൾ ഒരു ടീമാ. ഇവർ ഒരുമിച്ച് UDFന്, അതായത് കോൺഗ്രസിലെ കുറച്ച് ആളുകളെ മുഖമായിട്ട് മുന്നിൽ നിർത്തുക മാത്രമാണ് ഇപ്പോ ജിഹാദികൾ, സുഡാപ്പികൾ പിറകിൽ നിന്ന് ചെയ്യുന്നത് എന്നുള്ളത് സകല ബോധമുള്ള മലയാളികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. UDFന്റെ കേരളത്തിലെ ഈ മുന്നേറ്റത്തെ ബോധമുള്ള ഓരോ മലയാളിയും അപകടത്തിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഇവിടെ LDF ആണെങ്കിലും അതേ ശൈലിയാണ്. ഇവിടെ മതേതരത്വവും വികസനമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ മോദി സംവിധാനങ്ങൾക്ക് മാത്രം സാധിക്കുന്നത്. അത് മാത്രമാണ് ഇന്ന് ഒരു പ്രതീക്ഷ മലയാളികൾ മുന്നോട്ട് വെക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം മൊത്തം കുട്ടിച്ചോറാക്കണമെന്നും ലോകം മൊത്തം ഈ തീവ്രവാദവും ജിഹാദിസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയിട്ട് സതീശൻ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വലിയ മലമറിക്കലും ഒരു മധുവായി ബന്ധപ്പെട്ട സകലതും പോക്കറ്റിൽ വെച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിന്റെ ഭാഗമായിട്ടല്ലേ. അല്ലാതെ ബോധമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് ജമാഅത്തെ ഇസ്ലാമി അവരെന്ത് ചെയ്തു, അവര് നല്ലവരല്ലേ എന്ന് പറയാൻ സാധിക്കുമോ? സതീശന്റെയും ടീമിന്റെയും കോൺഗ്രസിന്റെ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നേറ്റത്തെ ബോധമുള്ള ഓരോ മലയാളിയും അപകടത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. സതീശൻ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായിരിക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ മലയാളിയെ സംബന്ധിച്ചും വലിയൊരു പോരാട്ടം തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കേരളം ഭരിക്കണോ, അതല്ല വികസനം ഉയർത്തിപ്പിടിക്കുന്ന മോദി സംവിധാനങ്ങൾ കേരളം ഭരിക്കണോ എന്നുള്ളത് ഓരോ മലയാളിയും 1000 തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.